നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPL-ൽ ഇന്ന് RCB റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. RCBക്ക് ഈ കളി ജയിച്ചാൽ അവർ പ്ലേ ഓഫിലെത്തി. ഇപ്പോൾ തന്നെ അവർക്ക് 16 പോയിൻ്റ് ഉണ്ട്. 12 കളികളിൽ നിന്ന് 8 ജയവുമായിട്ട് 16 പോയിൻ്റ് ഉണ്ട്. ഈ കളി ജയിച്ചാൽ അവർ പ്ലേ ഓഫിൽ ഉറപ്പായി. പഞ്ചാബ് കിങ്സ് ആകട്ടെ തുടരെ 5 എണ്ണം തോറ്റ് തുന്നമ്പാടി നിൽക്കുകയാണ്. തോൽവിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ നിൽക്കുകയാണ്. അവർക്ക് ആദ്യഘട്ടത്തിൽ 7 കളികളിൽ നിന്ന് 13 പോയിന്റ് ഉണ്ടായിരുന്നു. അപരാജിതമായിട്ടായിരുന്നു ആ പോക്ക്. പക്ഷെ പിന്നീട് തുടർച്ചയായി 5 തോൽവി. ഇനി 2 കളിയാണ് ബാക്കി. 2 ജയിച്ചേ പറ്റുള്ളൂ പഞ്ചാബ് കിങ്സിന്. അതുകൊണ്ട് ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ജയിച്ചേ മതിയാവുള്ളൂ പഞ്ചാബിന് എങ്ങനെയെങ്കിലും വിജയത്തിലേക്ക് തിരിച്ചെത്തണം. അതിനുവേണ്ടി അവർ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏതൊക്കെ നിലയിലാണ് അവർക്ക് ജയത്തിനോളം പോകുന്ന തോൽവികളാണ് എല്ലാം. കാരണം മിക്കവാറും ജയത്തിനടുത്തെത്തിയിട്ടാണ് ഈ 5 കളി തോറ്റത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ IPL സീസണിൽ 265 എന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്നവരാണ് പഞ്ചാബ് കിങ്സ് 11. അതുകൂടി നമ്മൾ ഓർക്കണം. ഇത്രയും ഗംഭീരമായി കളിച്ചിരുന്ന പഞ്ചാബ് കിങ്സ് 11 ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ഗതിയിൽ എത്തിയിരിക്കുന്നു. 2 കളി ജയിച്ചാലും നല്ല നെറ്റ് റൺ റേറ്റിൽ ജയിക്കും വേണം എന്നുള്ള നിലയിലേക്ക് ഗതികെട്ട അവസ്ഥയിലേക്ക് അവരെത്തി. അത് അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. അവർ അപരാജിതമായി മുന്നേറിയിരുന്ന അവർക്ക് ഈ 5 തോൽവികളിൽ പലതും അവരുടെ വീഴ്ചകൾ കൊണ്ട് സംഭവിച്ചതാണ്. RCBയെ സംബന്ധിച്ചിടത്തോളം അവർ ഉഗ്രം ഫോമിലാണ്. കഴിഞ്ഞ കളിയിൽ കൂടി വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചു. 9ാമത്തെ സെഞ്ചുറിയാണ്. സെഞ്ചുറി അടിച്ച് പുറത്താകാതെ നിൽക്കുകയായിരുന്നു വിരാട് കോഹ്ലി. അപ്പോൾ ആ നിലയിൽ വിരാട് കോഹ്ലിയും സംഘവും ഈ കളി ജയിച്ച് പ്ലേ ഓഫ് എന്തായാലും ഉറപ്പിക്കാനാണ് RCB നോക്കുള്ളൂ. അതിൽ കുറഞ്ഞ ഒരു ശ്രമം അവർക്കുണ്ടാവില്ല. അവർക്ക് എന്തായാലും ജയിച്ച് അവരുടെ നില സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കുക. പഞ്ചാബിന് മേലിലാണ് സമ്മർദ്ദം. പൂർണ്ണമായും പഞ്ചാബിന് മേലിലാണ്. അതിൽ തർക്കമേ ഇല്ല. തോൽവികളോട് തോൽവി, എന്ത് ചെയ്താലും തോൽക്കുന്നു എന്നൊരു സാഹചര്യം ഒരു ടീമിനുണ്ടായാൽ അവർ കടുത്ത സമ്മർദ്ദത്തിലാവും. ആ സമ്മർദ്ദം തീർച്ചയായിട്ടും അവരെ നന്നായി ബാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പഞ്ചാബിനെ എങ്ങനെയും ജയിച്ചേ മതിയാകുള്ളൂ. RCB അതിന് വിടുമോ എന്നതാണ്. അതായത് പഞ്ചാബിനെ വിജയിക്കാൻ RCB വിടുമോ എന്നത് കാത്തിരുന്ന് കാണാം.